അവിടുന്ന് പിന്നെ ആ 3 വർഷത്തിന് ശേഷം അവിടുന്ന് പിന്നെ ദുബായിക്ക് ഇഞ്ഞില്ല, എയർപോർട്ടിക്ക് ഇഞ്ഞി വരൂല എന്ന് പറഞ്ഞിട്ട് കൊള്ളി മുറിച്ചിട്ട് നാട്ടിക്ക് വിട്ട്. 2008 2008 പിന്നെ ഇല്ലാന്ന് പറഞ്ഞു പോവാ. പിന്നെ നാട്ടിലെത്തിയപ്പോൾ നാട്ടിലത്തെ സിറ്റുവേഷന് പിന്നെ അറിയാലോ. അപ്പൊ തോന്നുന്നു ആ കുടിക്കുന്ന വെള്ളം കുടിച്ചിങ്ങാണ്ട് കിടന്നാൽ മതിയായിരുന്നു, വരേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല, കഷ്ടപ്പാടാണെങ്കിലും കിടക്കായിരുന്നു അല്ലെങ്കിൽ നിൽക്കായിരുന്നു എന്ന് തോന്നി. പിന്നെ രണ്ടും കൽപ്പിച്ച് വീണ്ടും അന്ന് ചെന്നപ്പോൾ സാലറി 2 മാസം കൂടുമ്പോൾ 1.25 മാസം കൂടുമ്പോൾ സാലറി ഇട്ട് 600 ദിറംസിന്റെ താഴെ സാലറി. പിന്നെ പോരാനായപ്പോൾ തന്നെ 1600 ആ ഒരു കാറ്റഗറി. പിന്നെ പിന്നെ ദുബായിക്ക് ഇല്ലാന്ന് വിചാരിച്ചതാണ്. പിന്നെ നാട്ടില് കണ്ടക്ടർ ആയിട്ടും ക്ലീനറായിട്ടൊക്കെ ഒരുപാട് ജോലി ചെയ്ത്, കണ്ടക്ടർ ലൈസൻസ് എടുത്ത് അങ്ങനെയൊക്കെ ജോലി ചെയ്ത്. എന്താണ് ഈ കണ്ടക്ടർ ലൈസൻസ് എന്ന് പറയുന്നത്? ഡ്രൈവിംഗ് ലൈസൻസ് അല്ല, കണ്ടക്ടർ ആവണമെങ്കിൽ ലൈസൻസ് വേണം, നിർബന്ധം നാട്ടില്. ഇപ്പോഴും അതിനെക്കാട്ടി നിർബന്ധം. ഇപ്പൊ SLC പാസ് വരെ വേണം, അത് നാളെ കിട്ടുള്ളൂ. അപ്പൊ നോർമൽ ആൾക്കാർക്ക് കിട്ടും. ആൾക്കും അറിയാത്തൊരു സംഗതിയാണിത്. അതെ, SLC പാസ് ഉള്ളവർക്ക് മാത്രമേ കണ്ടക്ടർ ലൈസൻസ് കിട്ടുള്ളൂ. എനിക്കൊക്കെ അതുണ്ട്, എങ്ങനെയെങ്കിലും ജീവിക്കണമല്ലോ. അപ്പൊ അതൊക്കെ അന്ന് എടുത്തിട്ട് നമ്മള് കണ്ടക്ടർ ആവാൻ എനിക്ക് മടിയാ. എനിക്ക് ക്ലീനർ ആവുക അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള ഒരു കണ്ടക്ടർ കുഞ്ഞാക്കാന്നൊക്കെ പറഞ്ഞാൽ എല്ലാരും കൊണ്ടുപോകണം, എല്ലാ സ്കൂൾ കുട്ടികളെയും കൊണ്ടുപോകണം എന്നുള്ള ചിന്താഗതി. എല്ലാരും ഞാൻ പരമാവധി കയറ്റും. പിന്നെ പരമാവധി കയറ്റുക പറഞ്ഞാൽ നമ്മൾ ബസ്സിന്റെ ബസ്സിന്റെ മുന്നിലാവും അധികം ഉണ്ടാവും കണ്ടക്ടർ ക്ലീനർ ആകുമ്പോൾ. ഇതിനാട്ടം ടൈമിന് പറഞ്ഞയക്കാന്നുള്ള ലക്ഷ്യത്തിൽ പോണ. അപ്പോൾ അവരുടെ വണ്ടിയിൽ എങ്ങനെ കുട്ടികളെ ഫുള്ളാക്കുക, എന്റെ വണ്ടിയിൽ എങ്ങനെ കുറക്കാന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം ഉണ്ടാവല്. അതിന്റെ കൂടുതൽ അല്ല, നമ്മളെ ലക്ഷ്യം അതാണ്. അവരെ ലക്ഷ്യം പരമാവധി എങ്ങനെ കുട്ടികളെ കുറക്കാന്നുള്ളതാണ് അവരെ കണ്ടക്ടറും ഡ്രൈവറും ലക്ഷ്യം. പക്ഷെ ക്ലീനറായ നമ്മളെ ലക്ഷ്യം ഇതാണ്. പക്ഷെ ആളുകളെ വിചാരം എന്താണെന്ന് വെച്ചാൽ നമ്മളും ആ വണ്ടിന്റെ ആളാണെന്നാണ് എല്ലാവരും വിചാരിക്കുക. പക്ഷെ നമ്മൾ സത്യത്തിൽ നമ്മൾ ആ വണ്ടിന്റെ ആളല്ല, ഇതിന്റെ മുന്നത്തെ വണ്ടിന്റെ ആളാണ്. ഇവരെ കറക്റ്റ് പറഞ്ഞയക്കും വേണോ, ഇവന്റെ ഇതിൽ പരമാവധി കുട്ടികളെ കയറ്റണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇത് സത്യമായൊരു സത്യമാണ്. ഇതുവരെ ഇങ്ങനത്തെ സത്യം പറഞ്ഞിട്ട് ആരും പറയലുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? പരമാവധി കുട്ടികളെ വണ്ടിയിൽ കയറ്റും. അങ്ങനെ പിന്നെ പരമാവധി നമ്മള് എല്ലാവരും സഹകരിച്ച് പോണതാണ്. അങ്ങനെ പ്രശ്നങ്ങളൊന്നും ചാടിച്ചാടി വീണ്ടും ദുബായിക്ക് എങ്ങനെ എത്തി? പിന്നെ അതേമാതിരി നാട്ടിൽ ഇന്റർവ്യൂ അടക്കുന്നുണ്ടെന്ന് നമ്മളൊരു സ്നേഹിതണ്ട്, അവന് പത്രത്തിൽ നോക്കിയിട്ട് ഇന്റർവ്യൂ ഉണ്ട് പറഞ്ഞേ. അങ്ങനെ ബസ്സിൽ നിന്ന് എന്നോട് ലീവാക്കാൻ പറഞ്ഞ് ബസ്സിൽ നിന്ന് ലീവാക്കിയിട്ട് ഇന്റർവ്യൂക്ക് കടുങ്ങാത്തോണ്ട് പോയപ്പോൾ അവിടെ പെരും ജനം, വലിയ പുസ്തകങ്ങളൊക്കെ എടുത്തിട്ട്. ഞങ്ങളുടെ അടുത്തൊന്നുമില്ല, പാസ്പോർട്ട് പോലും ഇല്ലാന്നുണ്ടായിട്ടാണ് ഞങ്ങൾ ചെന്നിട്ട്. ഞങ്ങൾ 3 ആൾക്കാർ ചെല്ലണേ. അതിൽ ഞങ്ങൾക്ക് 2 ആൾക്ക് കിട്ടി. ഗഫൂർ എന്ന് പറഞ്ഞാൽ അവനക്കും എനിക്കും കിട്ടി. വേറെ റഫീഖ് പറഞ്ഞ ചങ്കുണ്ടായിരുന്നു, ഓനക്ക് കിട്ടിയതും ഇല്ല. ഞങ്ങൾക്ക് 2 ആൾക്കും കിട്ടി. ഞങ്ങൾ എന്ത് പണിയെടുക്കാൻ റെഡിയാണെന്നുള്ള ലെവലിലാണ്. ഇലക്ട്രീഷ്യനായിട്ടാണ് ഞങ്ങൾ കിട്ടിയത്. അപ്പൊ പിന്നെ എനിക്ക് കിട്ടി, അവനക്ക് കിട്ടില്ല. മറ്റവനക്ക് സെയിൽസ്മാൻ ആയിട്ടും കിട്ടി. അവനക്ക് കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ ചെറിയ പണി അറിയണോണ്ട് അവനക്ക് സെയിൽസ്മാൻ ആയിട്ടും കിട്ടി. പിന്നെ അങ്ങനെ 80,000 ഉറുപ്പ്യ വിസ കൊടുത്തിട്ട് അന്ന് വരുന്നത്. ആദ്യം 50,000 വിസ കൊടുത്തിട്ടാണ് ഫസ്റ്റ് കൺസ്ട്രക്ഷൻ കമ്പനിയിൽ വരുന്നത്. അതിൽ 25,000 കൊടുത്ത് 25,000 ഇവിടെ നിന്ന് പറഞ്ഞു. ഇവിടെ ഇങ്ങനത്തെ കഷ്ടപ്പാട് പണിയായതുകൊണ്ട് ഇനി പൈസ ഇല്ല പറഞ്ഞിട്ട് അവർക്ക് കൊടുത്തില്ല. രണ്ടാമത് പിന്നെ 80,000 തയ്ച്ചു കൊടുത്തു. അവർ സാലറിന്ന് കട്ട് ചെയ്തിട്ട് അവർ കൊടുത്തു. അങ്ങനെ പിന്നെ അവിടെ ദുബായിലുണ്ടായത് അത്യാവശ്യം നല്ല ജോലി തന്നെയായിരുന്നു. അവിടെ എന്താണ് ഇലക്ട്രീഷ്യനായിട്ട്, അവിടെ എന്താണ് എന്താ പറയുക സെയിൽസ്മാൻ ആയിട്ടൊക്കെ ജോലി ചെയ്തു. നോൺ ഫുഡ് ഐറ്റംസിലൊക്കെ സെയിൽസ്മാൻ ആയിട്ടും കസ്റ്റമർ കെയറിലൊക്കെ ആയിട്ട് ഒരുപാട് കാലം ജോലി ചെയ്തു. പിന്നെ അവിടെ നിന്ന് അൽഹംദുലില്ലാ അതിന്റെ 50,000 കൊടുത്തത് മുതലായി. അവിടെ ഏകദേശം 10 വർഷത്തിനടുത്ത് നിന്നിട്ടുണ്ടാവും ദുബായിൽ. പിന്നെയാണ് നമുക്ക് അൽക്കൂസില് ആ ഏരിയയിലൊക്കെ ഒരുപാട് അൽക്കൂസ്, ജബലലി, ഷാർജ ഇവിടൊക്കെ തന്നെ അങ്ങനെ ജോലി ചെയ്ത്. അവിടെ അവരെ ഖത്തർ, ഒമാനൊക്കെ പോയിട്ട് ജോലി ചെയ്യും. അങ്ങനൊക്കെ ജോലി ചെയ്ത് ഒരു സീനിയർ ഇലക്ട്രീഷ്യനായി. അപ്പത്തിന് ഒരുവിധം പ്ലംബിങ്ങും ഇലക്ട്രിക്കും. കാരണം നമ്മള് ഒരു മാളിന്റെ മൊത്തം നോക്കില്ല. അപ്പോൾ A to Z വരും അവിടെ. ലൈറ്റ് മുതൽ, അതായത് ടൈൽസ് മുതൽ സീലിംഗ്, ഫോർ സീലിംഗ് മുതൽ പെയിന്റിങ് മുതൽ എല്ലാം നമ്മൾ കൈകാര്യം ചെയ്യും. കാരണം നമുക്ക് പഠിക്കാൻ അവസരം ഉണ്ട് അവിടെ. അങ്ങനെ ഒരു ഇതുണ്ട്.